Welcome to CSIR JRF NET examination, General Aptitude paper, 6th lecture. And today's topic is power cycle of numbers. Power cycle of a number or power cycle of numbers. And this is General Aptitude portion from the number system. So to understand the power cycle, we have to remember the following table. The power cycle of numbers can be understood by remembering the following table. And you see what is written in the table. There are 3 columns. In the first column, 0 to 9 digits are written. The second column, power cycle is written. The third column, the frequency is written. And you can read all the numbers. When we see 2, there are 2486 power cycle. And when we see 7, there are 7931 power cycle. For 8, 8426 power cycle. And for 2 and 8, the power cycle is same. The order is different. And for 3 and 7, the power cycle is same. And the frequency is also written. What does it mean? എന്താ അർത്ഥമാക്കുന്നത്? ഈ പവർ സൈക്കിളോട് ഉദ്ദേശിക്കുന്നത് ഒരു നമ്പർ നമ്മൾ സ്ക്വയർ ചെയ്താൽ അതിൻ്റെ പവർ ചെയ്താൽ സ്ക്വയർ ചെയ്യാൻ ക്യൂബ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർത്ത് പവർ ഫിഫ്ത്ത് പവർ എടുക്കാം. അങ്ങനെ എടുത്താൽ ഈ ലാസ്റ്റ് വരുന്ന സംഖ്യയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ 3 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 9. നമ്മൾ 3ൻ്റെ നേരെ നോക്കിയാൽ ഒരു 9 കാണാം. പിന്നെ ഒന്നുകൂടി 3 ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് 3 ക്യൂബ് 27, 7 ലാസ്റ്റ് ഡിജിറ്റ്, അതാണ് 7 അവിടെ വന്നിരിക്കുന്നത്. പിന്നെ 1 ഗുണിക്കുകയാണെങ്കിൽ 81 കിട്ടും. അപ്പോൾ 1 വന്നിരിക്കുന്നത്. പിന്നെ 3 ഗുണിക്കുകയാണെങ്കിൽ 243 കിട്ടും. അതാ 3 വന്നിരിക്കുന്നത്. ഇനി നമ്മൾ 3 ഗുണിക്കുകയാണെങ്കിൽ ഈ കാണുന്ന 4 ഏതെങ്കിലും ആയിരിക്കും. തുടർച്ചയായിട്ട് 3 ഗുണിച്ചു കഴിഞ്ഞാൽ ഈ 3, 9, 7, 1 എന്നുള്ള വാല്യൂ റിപ്പീറ്റ് ചെയ്യും. അപ്പം 3ൻ്റെ ഏത് പവർ വന്നാലും, 3 പവറായിട്ട് ഏത് സംഖ്യ വന്നാലും അതിന് ഉത്തരം അവസാനിക്കുന്നത് 3, 9, 7, 1 അതാണ് പവർ സൈക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി 4 എന്ന് പറയുന്നത്. 2ൻ്റെ ഏത് പവർ എടുത്താലും അത് അവസാനിക്കുന്നത് 2, 4, 8, 6 അതുകൊണ്ടാണ് 4 എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 1ൻ്റെ ഏത് പവർ എടുത്താലും 1 അവസാനിക്കും. 1 അവസാനിക്കും. 0 വരുന്ന സംഖ്യയുടെ ഏത് പവർ എടുത്താലും, ഇപ്പോൾ 10ൻ്റെ പവർ 100, 0 അവസാനിക്കും. 8ൻ്റെ പവറുകൾ എടുക്കുകയാണെങ്കിൽ അത് അവസാനിക്കുന്നത് 8, 4, 2, 6 അതിന് ഫ്രീക്വൻസി 4 ഉണ്ട്. അപ്പോൾ ഇതാണ് പവർ സൈക്കിൾ. അപ്പോൾ പവർ സൈക്കിൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ഏതെങ്കിലും സംഖ്യ എടുത്തിട്ട് അതിൻ്റെ പവർ, അപ്പോൾ ഒരു 3, 33, 343 എന്ത് വേണമെങ്കിലും എടുക്കാം. ലാസ്റ്റ് ഡിജിറ്റിനാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ സ്ക്വയർ, ക്യൂബ്, അല്ലെങ്കിൽ ഫോർത്ത് പവർ, ഫിഫ്ത്ത് പവർ അങ്ങനെയൊക്കെ എടുത്താൽ ഈ കാണുന്ന ഈ രണ്ടാമത്തെ കോളത്തിൽ കാണുന്ന സംഖ്യകളെ കിട്ടുള്ളൂ. അതിനെയാണ് പവർ സൈക്കിൾ ഉദ്ദേശിക്കുന്നത്. പവർ സൈക്കിൾ മീൻസ് the last digit generated when the number is squared, or when we take a cube, or when we take a fourth power, fifth power, etc. The last digit will be as shown in the power cycle column. And we can see a related question. And this is question given as exercise in my previous lecture. And that is actually a question relating power cycle. You look here. Consider the set of numbers. 70^1, 70^2, 70^3, etc. 70^300. How many of these numbers end with the digit 3? അപ്പോൾ 70^1, 70^2, 70^3, 70^4, etc. 70^300 വരെ വിചാരിക്കുക. 300 സംഖ്യകൾ വിചാരിക്കുക. ഇതിൽ എത്ര സംഖ്യകൾ ലാസ്റ്റ് ഡിജിറ്റ് 3 അവസാനിക്കും? How many of these numbers end with the digit 3? Answer A50, B65, C75, D90. ഉത്തരം C ആണ്, 75 ആണ്. എങ്ങനെയാണ് 75 കിട്ടുമെന്ന് ഓർക്കുക. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. 75 ആണോ? നിങ്ങളെ ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കുക, ഓർത്ത് നോക്കുക. അപ്പം അത് എങ്ങനെ കാണുമെന്ന് ഇവിടെ മനസ്സിലാക്കുക. യു സീ ദ സൊല്യൂഷൻ. ആൻസർ ഇസ് ഹിയർ 7 is the last digit. പവർ സൈക്കിൾ ഓഫ് 7 is 7931. അപ്പോൾ ഈ 7ൻ്റെ സംഖ്യ നമ്മൾ പവർ എടുക്കുകയാണെങ്കിൽ അവസാനിക്കുന്നത് ഒന്നെങ്കിൽ 7, 9, 3, 1 അതായത് 7 സ്ക്വയർ 49.
വീണ്ടും ഗുണിച്ചാൽ 63, ഇപ്പം 3 വരും. വീണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 70, 21, 1 വരും. പിന്നെ ഗുണിച്ചാൽ 7 വരും. അങ്ങനെയാണ്. അപ്പോൾ 7931 പിന്നെ റിപ്പീറ്റ് ചെയ്യും. പിന്നീട് ഈ 4 സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യും. സോ 7931 ഈസ് ദ പവർ സൈക്കിൾ ഓഫ് 7. ദ ലാസ്റ്റ് ഡിജിറ്റ് ആഫ്റ്റർ ടേക്കിംഗ് പവേഴ്സ് ഈ 7931. അപ്പോൾ ഫ്രീക്വൻസി 4 ആണ്. ദ ഡിജിറ്റ് 3 അപ്പിയേഴ്സ് വൺസ് ഇൻ ഈച്ച് സൈക്കിൾ ഓഫ് ലെങ്ത് 4. അപ്പോൾ 4 സംഖ്യയുടെ ലെങ്തിലാണ് ഈ 3 അപ്പിയർ ചെയ്യുന്നത്. നോക്കിയേ, 1, 7, 9, 3, 1. ഇപ്പോൾ 4 പവർ എടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം 3 വന്നിരിക്കും. ഈ 300 ടൈംസ് there are 300/4 75 numbers ending with 3. അപ്പോൾ നമ്മളിങ്ങനെ പവർ എടുത്ത് നോക്കുമ്പോൾ 4 സൈക്കിൾ. അപ്പോൾ 4 പ്രാവശ്യം പവർ എടുത്താൽ ഒരു പ്രാവശ്യം 3 വന്നിരിക്കും. 8 പ്രാവശ്യം പവർ എടുത്താൽ 2 പ്രാവശ്യം 3 വന്നിരിക്കും. 12 പ്രാവശ്യം പവർ എടുത്താൽ നമുക്കവിടെ 3 പ്രാവശ്യം വന്നിരിക്കും. അപ്പോൾ 4 ഫ്രീക്വൻസിയാണ്. അങ്ങനെ 300 തവണ 300 ടൈംസ് 300 ടൈംസ് എടുത്താൽ അതിനകത്ത് 300/4 75 ടൈംസ്. അങ്ങനെ അതായത് 4 പവർ എടുത്താൽ ഒരു പ്രാവശ്യം 3 വരുമെന്നാണ്. 8-ന് 2 പ്രാവശ്യം, 12-ന് 3 പ്രാവശ്യം, 3 പ്രാവശ്യം അങ്ങനെ പോകുന്നു. അപ്പോൾ 300 ടൈംസ് പവർ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ 3 അവസാനിക്കുന്ന സംഖ്യ 75 കാണും. സോ there are 75 numbers with the last digit equal to 3. അത് തന്നെ 7 വെച്ച് അവസാനിക്കുന്നത് 75 നമ്പേഴ്സ് ആയിരിക്കും. 9 വെച്ച് അവസാനിക്കുന്നത് 3 വെച്ച് 1 വെച്ച് എല്ലാം 75 ആയിരിക്കും. അങ്ങനെ ആകെ 300 നമ്പേഴ്സ്. ഇതേ ടൈപ്പ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു ഗസ് വർക്കിലൂടെ കണ്ടുപിടിക്കാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 13^121? 13^121. ഇവിടെ പിന്നെ 1 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ അത് നമുക്കറിയാം 13ൻ്റെ പവർ 3ൻ്റെ പവർ സൈക്കിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 13^121ൻ്റെ ലാസ്റ്റ് വാല്യൂ എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ വാല്യൂ നോക്കി. പവർ സൈക്കിൾ 3971 ആണ്. അപ്പോൾ ആദ്യത്തെ പവർ 3 ആയിരിക്കും, 5ാമത്തെ പവർ 3 ആയിരിക്കും, 9ാമത്തെ പവർ 3 ആയിരിക്കും. അപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, പവർ സൈക്കിൾ ഓഫ് 3 ഈസ് 3971. ദിസ് മീൻസ് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 17^1, 13^1, 13^5, 13^9, 13^13, 13^121 ഈസ് 3. അതായത് നമ്മളെപ്പോഴും 1, 5, 9, 4 കൂട്ടി എടുക്കണം. 4 കൂട്ടി എടുത്തു കഴിഞ്ഞാൽ വരുന്ന കിട്ടുന്ന സംഖ്യയിൽ ലാസ്റ്റ് ഡിജിറ്റ് 3 തന്നെയായിരിക്കും. കാരണം 13^1ന് 3 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 13^5 അത് തന്നെയായിരിക്കും. കാരണം ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. 3971 എന്നുള്ളത് 13^9 അത് തന്നെയായിരിക്കും, 3 തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വരുമ്പോൾ 13^121 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 120 കഴിഞ്ഞ് വരുന്നതാണ്. 121ൻ്റെ പവർ 13^121 ആ കിട്ടുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. കാരണം 120 4ൻ്റെ മൾട്ടിപ്ലൈ 120 കഴിഞ്ഞാൽ അടുത്ത സംഖ്യയാണ് 13^121. സോ ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ഇറ്റ് ഈസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ n is a positive integer, then n square plus n into 2n plus 1 may not be divisible by 2, is always divisible by 2 but may not be divisible by 3, is always divisible by 3 but not be divisible by 6, ഓൾവേസ് ഡിവിസിബിൾ ബൈ 6. ഇവിടെ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിരിക്കുകയാണ് n² + n × 2n + 1. ഇത് അപ്പോൾ ഇവിടെ എൻ്റെ വാല്യൂ എന്ത് വിചാരിക്കാം, നമുക്ക് ഏത് സംഖ്യ വിചാരിക്കാം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ? മേ നോട്ട് ബി divisible by 2, 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഈസ് ഓൾവേസ് divisible by 2 ബട്ട് നോട്ട് ബൈ 3, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് പറ്റില്ല. is always divisible by 3 but it may not be divisible by 6.
3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് പറ്റില്ല. ഓൾവേസ് ഡിവിസിബിൾ ബൈ 6 എന്ന് പറഞ്ഞാൽ 2 into 3, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ വാല്യൂ കൊടുത്ത് നോക്കിയാൽ മതി. വാല്യൂ കൊടുത്ത് നോക്കണം, അല്ലെങ്കിൽ അതിന് മുമ്പ് സിംപ്ലിഫൈ നോക്കണം. സിംപ്ലിഫൈ നോക്കിയാൽ മതി. നമ്മൾ എക്സ്പ്രഷൻ മാറ്റി എഴുതിയാൽ മതി. ഇവിടെ നോക്കി, എൻ സ്ക്വയർ പ്ലസ് എൻ ഇൻറ്റു 2n പ്ലസ് 1 ആണല്ലോ. ദ ഗിവൺ എക്സ്പ്രഷൻ ഈസ് n square plus n into 2n plus 1. n can be taken out from the first bracketed term, that is n into n plus 1 into 2n plus 1. And you know, sum of the squares of first n natural numbers is n into n plus 1 into 2n plus 1 by 6. That is s. S is a natural number. Therefore, n into n plus 1 into 2n plus 1 is 6s. Is also a number that is divisible by 6. So this number is divisible by 6. Answer is D. Last answer. നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുകയാണ്. അതായത് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 2n പ്ലസ് 1നെ നമ്മളൊന്ന് പിരിച്ച് ഇതാക്കാണെന്ന് പോലെ എഴുതുക. അതായത് ആദ്യ ടേമിൽ n പുറത്തേക്ക് എടുക്കുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1. ഇത് നമുക്ക് പരിചയമുള്ള എക്സ്പ്രഷനാണ്. ഏതാണത്? അത് നമ്മൾ പിന്നെ AP പഠിക്കുന്നതാണല്ലോ. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സം കാണുന്ന ഒരു ഇക്വേഷൻ അതേ മോഡലിലാണ്. അതായത് s ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 എന്നാണ്. ദ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് 1 പ്ലസ് 2 സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ plus etc plus n square is equal to n into n plus 1 into 2n plus 1 by 6 എന്നാണ് ഫോർമുല. അപ്പോൾ എസ് n into n plus 1 into 2n plus 1 ആണ്, ബൈ 6 ആണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ n into n plus 1 into 2n plus 1 6s എന്ന് വരും. 6xനെ 6 കൊണ്ട് ഭാഗിക്കാമല്ലോ. 6xനെ 6 കൊണ്ട് ഭാഗിക്കാം. അതിന് തുല്യമായ സംഖ്യയാണ് തന്നിരിക്കുന്നത്, n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 2n പ്ലസ് 1. അപ്പോൾ 6xനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അതിൻ്റെ ഈക്വൽ എക്സ്പ്രഷൻ n സ്ക്വയർ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 അതിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആൻസർ ഡി ആയിട്ട് മാറുന്നത്. യൂസ് ചെയ്യുക, ആൻസർ ഡി, ഓൾവേസ് ഡിവിസിബിൾ ബൈ 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഐ സഫിക്സ് ആയിട്ട് വിചാരിക്കണം കേട്ടോ, സഫിക്സ് ആണ്. ഇഫ് AI, BI ആൻഡ് CI ആർ ഡിസ്റ്റിങ്ക്റ്റ്, സഫിക്സ് ആയിട്ട് കരുതിക്കൊള്ളുക. ഞാൻ സഫിക്സ് ആക്കാതിരുന്നതാണ്, അത് സമയം എടുക്കുന്നതുകൊണ്ടാണ് ആക്കാതിരുന്നത്, പറയാമെന്ന് വിചാരിച്ചു. ഇഫ് AI, BI ആൻഡ് CI ആർ ഡിസ്റ്റിങ്ക്റ്റ്, then how many terms in the expansion of the product A1, A2, A3 എല്ലാ സഫിക്സ് ആണ് 1, 2, 3 into B1, B2, B3 plus B4, B1 plus B2 plus B3 plus B4. ആദ്യമുള്ളത് A1 plus A2 plus A3, സെക്കൻഡ് ബ്രാക്കറ്റ് B1 plus B2 plus B3, ആൻഡ് തേർഡ് ബ്രാക്കറ്റ് C1 plus C2 plus C3 plus C4 plus C5. ഈ 1, 2, 3, 4, 5 ഒക്കെ ഉണ്ടല്ലോ, എല്ലാ സഫിക്സാണ്. അപ്പോൾ ഈ ഇത് ഗുണിച്ചാൽ ആ കിട്ടുന്ന എക്സ്പ്രഷനകത്ത് എത്ര ടേം ഉണ്ടാകും? ഈ 3 ബ്രാക്കറ്റിലെ ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടിൽ എത്ര ടേംസ് ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. ആൻസർ A12, B30, C23, D60. അപ്പോൾ ഇവിടെ ആൻസർ നിങ്ങൾക്ക് ആലോചിക്കാവുന്നില്ല, ആൻസർ 60 ആണ്. 60 ടേം ഉണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം, നോക്ക്. ആൻസർ ഇസ് ഡി, 60. നമുക്കറിയാമല്ലോ, ഇപ്പോൾ A പ്ലസ് B ഇൻറ്റു C പ്ലസ് D, ഫസ്റ്റ് ബ്രാക്കറ്റ് 2 ടൈം ഉണ്ട്, സെക്കൻഡ് ബ്രാക്കറ്റ് 2 ടൈം ഉണ്ട്. ഗുണിക്കുമ്പോൾ ഇത് കിട്ടും AB പ്ലസ് AC പ്ലസ് BC പ്ലസ് BD, 4 ടൈംസ് കിട്ടും. 4 ടൈംസ്, ദാറ്റ് ഈസ് 4 ലെറ്റേഴ്സ് ഗിവ് 2 into 2 ഈക്വൽ 4 പ്രോഡക്ട്സ്. ഇപ്പോൾ ഈ ബ്രാക്കറ്റിൽ 2ലുമായിട്ട് 2 ടൈമാണ് ഉള്ളത്, അപ്പോൾ 4 ടൈം ഉണ്ട് മൊത്തം. നമുക്ക് 4 പ്രോഡക്റ്റ് കിട്ടും. ഫോർ A പ്ലസ് B ഇൻറ്റു C പ്ലസ് D പ്ലസ് C, ഇപ്പോൾ ആദ്യ ബ്രാക്കറ്റിൽ 2 ടൈമും അടുത്ത ബ്രാക്കറ്റിൽ 3 ടൈം. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എണ്ണൊക്കെ കാണാൻ പറ്റും. ദർ വിൽ ബി 2 into 3, 6 digits.
6 പ്രോഡക്ട്സ് കാണാൻ സാധിക്കും. അത് ഗുണിച്ചിട്ട് ടേം എണ്ണി നോക്കിയാൽ 6 പ്രോഡക്റ്റ് ഉണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ടേമിൻ്റെ എണ്ണം കൂടുതൽ ഒപ്പിച്ച് അതിൻ്റെ പ്രോഡക്റ്റ് തുകയാണ്, ആ ടേമുകളുടെ എണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് തുകയാണ് നമുക്ക് കിട്ടുന്നത്. Similarly, in the given expression, there will be 3 into 4 into 5. നമ്മുടെ എക്സ്പ്രഷനകത്ത് ആദ്യത്തിനകത്ത് 2 ടേം, 3 ടേം, അടുത്തത് 4 ടേം, അവസാനത്തെ 5 ടേം. അപ്പോൾ എത്ര പ്രോഡക്റ്റ് കാണണം? 3 into 4 into 5. Similarly, in the given expression, there will be 3 into 4 into 5. That is 60 products. So the answer is 60. Next question. Evaluate 25 by 5 plus 3 minus 2 into 4 plus 60 into 4 minus 3. That is in a bracket. 60 into 4 minus 3. അപ്പോൾ ഇതൊരു ബോർഡ് മാസ് പ്രോബ്ലം. നിങ്ങൾക്കറിയാമല്ലോ ബോർഡ് മാസ് വളരെ സിമ്പിൾ പ്രോബ്ലം. ബോർഡ് മാസ് ആണ്. ഈ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഓർഡർ ഓഫ് ഓപ്പറേഷൻ ഈ ക്രിയകൾ ചെയ്യേണ്ട ക്രമം, അതിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ആൻസർ 61, 22. സി ആൻസർ 41/24. D1 ഏതാണ് ഉത്തരവ്? അപ്പം ബോർഡ് മാസ് റൂൾ എടുത്താൽ മതി. ആൻസർ എ ആണ്. ആൻസർ എ 61. ആൻസർ എ 61. എങ്ങനെയാണ് 61 വരുന്നത് എന്ന് നോക്കുക. ദിസ് ബോർഡ് മാസ് റൂൾ പ്രോബ്ലം. ബോർഡ് മാസ് അറിയാം, പലതും കാണില്ല. ബോർഡ് മാസ് റൂൾ പ്രോബ്ലം, ദാറ്റ് ഈസ് ബ്രാക്കറ്റ് സിംപ്ലിഫിക്കേഷൻ ഫസ്റ്റ്, ദെൻ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ കാണുന്ന കാൽക്കുലേഷൻ ഒരുമിച്ച് വരികയാണ്. ബ്രാക്കറ്റ് ഓഫും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനൊക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ്, പിന്നെ ചെയ്യേണ്ടത് ഓഫ് ഒരു ഓപ്പറേഷനാണല്ലോ, നമുക്കറിയാമല്ലോ. ഇൻറ്റു പോലത്തെ ഓപ്പറേഷനാണ് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാഫ് ഓഫ് 4 എന്ന് പറയാൻ എന്താ അർത്ഥം? ഹാഫ് ഓഫ് 4 ഇപ്പോൾ ഓഫിൻ്റെ സ്ഥാനത്ത് ഇൻറ്റു ഇട്ടാൽ മതി, 2 എന്ന് കിട്ടും. അപ്പോൾ ഓഫ് എന്ന് പറയുന്നത് ഇൻറ്റു പോലെയുള്ള ഒരു ഓപ്പറേഷനാണ്. പക്ഷെ അത് ആദ്യം ചെയ്യണം ഇൻറ്റുവിനേക്കാൾ. ദെൻ കംസ് ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ ആൻഡ് ഫൈനലി സബ്ട്രാക്ഷൻ. ഇതാണ് ഓർഡർ ഓഫ് ഓപ്പറേഷൻ. അങ്ങനെ വേണം കണക്ക് ചെയ്യാൻ. അപ്പോൾ ഈ പ്രവർത്തി നമ്മൾ ബ്രാക്കറ്റാണ് ആദ്യം മാറ്റേണ്ടത്. പക്ഷേ ഈ പ്രവർത്തി ബ്രാക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് ആ ബ്രാക്കറ്റ് അതുപോലെ കീപ്പ് ചെയ്തിട്ട് ഇൻസൈഡ് കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ചുകൂടി എളുപ്പം. ബ്രാക്കറ്റാണ് മാറ്റേണ്ടത്. ബ്രാക്കറ്റിൽ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് എഴുതിയിട്ട് വേണം സിംപ്ലിഫൈ ചെയ്യാനായിട്ട്. അതാണ് ഇതിൻ്റെ നമ്മുടെ ബോർഡ് മാസ് റൂള്. അപ്പോൾ ബോർഡ് മാസ് റൂൾ നമുക്ക് ബിക്ക് ഒയ്ക്കും പിന്നെ കൊടുക്കാം. നമുക്ക് ഡി മാസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ചെയ്തിട്ട് അത് ബ്രാക്കറ്റിൽ നിന്ന് ഇട്ടാൽ മതി. എന്നിട്ട് അവസാനം ബ്രാക്കറ്റ് മാറ്റിയാലും മതി. അങ്ങനെ ചെയ്യാം, കുറച്ച് എളുപ്പമുണ്ട്. ഇറ്റ് ഈസ് ബെറ്റർ ടു സിംപ്ലിഫൈ ഇൻസൈഡ് ദി ബ്രാക്കറ്റ് ഫസ്റ്റ്. ബ്രാക്കറ്റിനകത്ത് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. നിങ്ങൾ വേണമെങ്കിൽ ബ്രാക്കറ്റ് അകത്തേക്ക് മാറ്റി ചെയ്ത് നോക്കിക്കോളൂ, ഇത് തന്നെ കിട്ടും. അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ 25/5 എന്ന് കിട്ടും. ബാക്കിയെല്ലാം ഞാൻ അതുപോലെ എഴുതി. 3 minus 2 into 4 plus 16 into 4 minus 3. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതാണ് അടുത്ത് ചെയ്തിരിക്കുന്നത്. 5 plus 3, 2 into 4, 8 plus 16 into 4, 64 minus 3. In addition, 5 plus 3, 8 minus 8, 64 minus 3. ഇനി ബ്രാക്കറ്റ് നമ്മൾ അവസാനം ബ്രാക്കറ്റ് അങ്ങ് സിംപ്ലിഫൈ ചെയ്യുക. 8 minus 8, 0. 64 minus 3, 61. 0 plus 61. ആൻസർ ഈസ് 61. ആ 8 minus 8ൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ബ്രാക്കറ്റ് ആക്കിയാണ് കേട്ടോ. 8 minus 8ൻ്റെ ഫ്രണ്ടിൽ ബ്രാക്കറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എവരി ടൈം, ആ സ്മോൾ വിട്ടേക്കുക. എവരി ടൈം a ball falls to ground, it bounces back to half of the height it fell from. A ball is dropped from a height of 1024 centimeter. The maximum height from the ground to which it can rise after the 10th bounce is. You follow the question. ഓരോ പ്രാവശ്യവും ഒരു പന്ത് താഴെ വീഴുമ്പോൾ പകുതി ദൂരം പൊട്ടിപ്പൊങ്ങും. ഓരോ പ്രാവശ്യവും പന്ത് താഴെ വീണാൽ ബൗൺസ് ചെയ്യുന്നത് പകുതി ദൂരം. 10 മീറ്റർ പൊക്കത്തിൽ നിന്ന് താഴെ ഇട്ട് കഴിഞ്ഞാൽ അത് ബൗൺസ് ചെയ്യുന്നത് 5 മീറ്ററാണ് ആദ്യം.
A ball is dropped from a height of 1024 meters. The maximum height from the ground to which it rises after the 10th bounce is, അവിടെ ടീം വന്നുള്ള അഡീഷൻ അത് മാറ്റി 10th bounce is. 1024 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ നിന്ന് ഒരു ബോൾ താഴത്തേക്ക് ഇട്ടാൽ 10ാമത്തെ ബൗൺസ് കഴിഞ്ഞാൽ അത് എത്ര ഹൈറ്റിലേക്ക് പോകുമെന്ന ചോദ്യം. ഒരു ആൻസർ 102.4 സെൻറ്റിമീറ്റർ, 1.24 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. ആൻസർ 1 സെൻറ്റിമീറ്റർ. ഇപ്പം എങ്ങനെ നമുക്ക് നോക്കാം? അതൊരു GP വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സിംപിളി കണക്കൂട്ടെടുക്കാം. എങ്ങനെ നോക്കിയേ? ഹൈറ്റ് ആഫ്റ്റർ ഫസ്റ്റ് ബൗൺസ് ഹാഫ് ഇൻ 1024. കാരണം ഒരു ബൗൺസ് ചെയ്യുമ്പോൾ നേരത്തുള്ളതിൻ്റെ പകുതിയല്ലേ വീഴുള്ളൂ. എത്ര ഉയരത്തിൽ നിന്ന് വീഴുന്നു അതിൻ്റെ പകുതിയാണ് പൊങ്ങുന്നത്. സോ ഹൈറ്റ് ആഫ്റ്റർ ഫസ്റ്റ് ബൗൺസ് ഹാഫ് ഇൻ 1024, അത് 512 കിട്ടും. ഹൈറ്റ് ആഫ്റ്റർ സെക്കൻഡ് ബൗൺസ് അതിൻ്റെ പകുതി, നേരത്തുള്ളതിൻ്റെ പകുതി, ഹാഫ് ഇൻറ്റു 1024. ഹൈറ്റ് ആഫ്റ്റർ തേർഡ് ബൗൺസ് ഒരു ഹാഫ് കൂടി, ഹാഫ് ഇൻറ്റു ഹാഫ് 1024. ഇൻ ദാറ്റ് മാനർ ഹൈറ്റ് ആഫ്റ്റർ 10th ബൗൺസ് ഹാഫ് റേസ് ടു 10. തേർഡ് ബൗൺസിൽ ഹാഫ് റേസ് ടു 3 ആണല്ലോ. അപ്പോൾ 10th ബൗൺസിൽ ഹാഫ് റേസ് ടു 10 ഇൻ 1024. ഈ ഹാഫ് റേസ് ടു 10 എന്ന് പറഞ്ഞാൽ 1/1024 ആണ്. 1/2 റേസ് ടു 10 ഈസ് 1/1024 ആണ്. അപ്പോൾ 1024/1024 രണ്ട് ഗ്യാസ് 1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതാണ് സിമ്പിളായിട്ട് നമ്മൾ കണക്കൂട്ടെടുക്കുന്നത്. ഇനി മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് GP അറിയാവുന്നവർക്ക് ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓൾട്ടർനേറ്റിലേ ഇപ്പം മുകളിൽ നിന്നല്ലേ വീഴുന്നത്, മുകളിൽ 1024 വീഴുന്നത്. അത് ഫസ്റ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ 10 ബൗൺസ് കഴിഞ്ഞുള്ള ഹൈറ്റാണ് നമുക്ക് കാണേണ്ടത്. 10 ബൗൺസ്. ഇപ്പോൾ ഈ 1024 ഫസ്റ്റ് ടൈം ആണെങ്കിൽ 10th ബൗൺസ് കഴിഞ്ഞുള്ള ഹൈറ്റ് 11ാമത്തെ ടൈം ആയിരിക്കും. 1024 ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒരു GPയിൽ ഈ 10ാമത്തെ ബൗൺസ് കഴിഞ്ഞുള്ള ഹൈറ്റ് 11th ടൈം ആയിരിക്കും. ആലോചിച്ച് നോക്കുക. ഓൾട്ടർനേറ്റീവ്ലി 1024, 512, 256 etc. is a GP with A ആണ് കേട്ടോ. വിത്ത് A ഫസ്റ്റ് ടൈം ആണ്. A C അല്ല A. You write as A. 1024 and common ratio R is 1/2. 11th ടൈം ഓർക്കണം. 11th ടൈം അല്ല നിങ്ങൾ നോക്കണം, 10ാമത്തെ ടൈം അല്ല. വീഴുന്നതിന് മുമ്പ് ഫസ്റ്റ് ബൗൺസിന് മുമ്പ് ഒരു ഹൈറ്റ് ഉണ്ട്, അതാണ് ഫസ്റ്റ് ടൈം. എന്നിട്ട് 10ാമത്തെ ബൗൺസ് കഴിഞ്ഞുള്ള ഹൈറ്റാണ്. അപ്പോൾ അത് 11ാമത്തെ ടൈം വരും. അപ്പോൾ ഫസ്റ്റ് ടൈം 1024 എടുക്കണം, 11th ടൈം ആകാണ്ടത്. അപ്പോൾ ഈ nth ടൈം ഓഫ് എ GP നമുക്കറിയാമല്ലോ. nth ടൈം ഓഫ് GP ദാറ്റ് ഈസ് A is AR raised to n-1. A ആണ് ഫസ്റ്റ് ടൈം, ആറിനെ വിളിക്കുന്ന പേര് കോമൺ റേഷ്യോ. N സഫിക്സ് ആണ് AN, N സഫിക്സ്. ദാറ്റ് ഈസ് 1024 into 1/2 raised to n-1. 11th ടൈം n-1. That is 1024 into 1/2 raised to 10. That is 1024/1024. 1 centimeter answer. So the above problem we can do by simple supposition, assumption, or we can calculate using GP. When you use geometric progression, the first step we have to take as 1024, and the last term, that is the 11th term, is the height after 10th bounds. Next question. For real numbers x and y, x square plus y minus 4 whole square is equal to 0, then the value of x plus y is. For real numbers x and y, x square into y minus 4 whole square is equal to 0, then the value of x and y, x plus y is. അപ്പോൾ എക്സും വൈ റിയൽ നമ്പർ ആകട്ടോ. അതായത് നമുക്ക് ഒന്നെങ്കിൽ പോസിറ്റീവ് എടുക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് സംഖ്യ എടുക്കാം. റിയൽ നമ്പേഴ്സ്, ഇമാജിനറി നമ്പർ ഇല്ല. ദെൻ ദ വാല്യൂ എക്സ് പ്ലസ് വൈ ഈസ്, എക്സ് പ്ലസ് വൈ വില എന്തായിരിക്കും? 0, 2, 2 raised to half, 4, √2. സീതാ √2 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എത്ര നോക്കി? ആൻസർ യു റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ട്രൈ ടു സോൾവ് ഇറ്റ്. x square plus y minus 4 whole square 0 ആണ്. And the value of x plus y is,
ഇവിടെ 4 ആൻസർ D4 ആണ്. അതാണ് ശരിയായ ഉത്തരം. അങ്ങനെ ഇട്ട് നോക്കുക. The two terms are squares. 2 ടേം സ്ക്വയർ ആണ്. കാരണം x സ്ക്വയർ പ്ലസ് y മൈനസ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും y പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അവയുടെ സ്ക്വയർ കണ്ടാൽ പോസിറ്റീവ് ആയിരിക്കും. സംശയമില്ലല്ലോ. എക്സ് സംഖ്യ പോസിറ്റീവ് നെഗറ്റീവ് റിയൽ നമ്പർ ആയാലും y പോസിറ്റീവ് നെഗറ്റീവ് റിയൽ നമ്പർ ആയാലും ഈ ഇക്വേഷൻ അവിടെ സ്ക്വയർ ആണ് കാണുന്നത് കൊണ്ട് അത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. 2 പോസിറ്റീവ് സംഖ്യ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 2 ടേമും സെപ്പറേറ്റ്ലി 0 ആയിരിക്കണം, എന്നാലേ 0 വരുള്ളൂ. 2 പോസിറ്റീവ് സംഖ്യ കൂട്ടിയാൽ 0 കിട്ടണമെങ്കിൽ ആ 2 പോസിറ്റീവ് സംഖ്യകളും 0 വീതമായിരിക്കണം. അപ്പോൾ 0 ക്യാൻ ബി ടേക്കൺ ആസ് എ പോസിറ്റീവ് നമ്പർ പ്ലസ് 0 എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ 2 സംഖ്യ 0 ആയിരിക്കണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The two terms are squares and hence they are non-negative numbers. Negative അല്ല. In order to have their sum equal to 0, both the terms are separately equal to 0. That is, x square is equal to 0, that is x is 0. Y minus 4 whole square is 0, that is y is equal to 4. Y minus 4 whole square 0 ആണെങ്കിൽ y minus 4 0 ആണെങ്കിൽ y is 4. Therefore, x plus y is 0 plus 4, that is 4. What is the answer? Next question. Given n is a natural number, if n square is odd, which of the following is true? N is odd, n cubed is odd, n raised to 4 is even. അത് ചോയ്സ് അല്ല കേട്ടോ, അത് ക്വസ്റ്റിൻ്റെ പാർട്ടാണ്. ചോയ്സ് അവസാനം പറയുന്നതാണ്. എ ഉള്ളി, ബി ഉള്ളി, സി ഉള്ളി, എ ആൻഡ് ബി ഉള്ളി, അതാണ് ചോയ്സ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റിൻ്റെ പാർട്ടും ചോയ്സുമായിട്ട് കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചില ആദ്യത്തെ എ അല്ലെങ്കിൽ സ്മോൾ ബി ഒക്കെ മാർക്കിട്ട് പോകും. അങ്ങനെയല്ല, ആ ക്വസ്റ്റിൻ്റെ 3 കണ്ടീഷനാണ് സ്മോൾ എ ബി സി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ചോയ്സ് ആയിട്ട് തന്നിരിക്കുന്നത് ക്യാപിറ്റൽ എ ബി സി ആണ്. അപ്പോൾ ക്യാപിറ്റൽ എ ബി സി ഡിയിൽ ഏതാണ് ഉത്തരം എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഇവിടെ എൻ സ്ക്വയർ ഒരു ഓഡ് എൻ ഇസ് എ നാച്ചുറൽ നമ്പർ, എൻ സ്ക്വയർ ഈസ് ഓടാന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ സ്ക്വയർ ഓടാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇഫ് എൻ സ്ക്വയർ ഈസ് ഓഡ് വിച്ച് ഇസ് ദി ഫോളോയിങ് ഇസ് ട്രൂ. എൻ സ്ക്വയർ ഓടാണെങ്കിൽ എൻ ഈസ് ഓഡ്, എൻ ക്യൂബ്ഡ് ഈസ് ഓഡ്, എൻ റൈസ്ഡ് 4 ഈസ് ഈവൻ. ഇങ്ങനെ 3 ചോയ്സ് തന്നിരിക്കുകയാണ്. ഇഫ് എൻ സ്ക്വയർ ഈസ് ഓഡ്, n is odd, n square is odd, n cubed is odd, n raised to 4 is even എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതെല്ലാം ശരിയാണ്? എ ഉള്ളി, ബി ഉള്ളി, സി ഉള്ളി, എ ആൻഡ് ബി ഉള്ളി. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും നമ്പർ കൊടുത്ത് നോക്കിയാൽ അതുകൊണ്ട് ഒരു സാമ്പിൾ നമ്പർ, ട്രയൽ ആൻഡ് എററാണ്. ഏതെങ്കിലും ഒരു സാമ്പിൾ നമ്പർ കൊടുത്ത് നോക്കിയാൽ നമുക്ക് ഫൈൻഡ് ദ പവേഴ്സ് വിത്ത് സ്മോൾ വാല്യൂ ഫോർ എൻ. എന്നെ ഒരു ചെറിയ വാല്യൂ കൊടുത്ത് പവർ കാണണം. അപ്പോൾ ചെറിയ വാല്യൂ കൊടുത്ത് കാണാമോ? കാരണം ഇൻട്രസ്റ്റ് 5 ഒക്കെ ഉണ്ടോ. വലിയ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പവർ കാണാൻ തന്നെ സമയം എടുക്കും. അതുകൊണ്ട് ചെറിയ വാല്യൂ വലിയ കൊടുക്കാവും. അപ്പോൾ സേ എൻ ഇസ് 3, നമ്മൾ സ്മോൾ വാല്യൂ എടുക്കുക. അപ്പോൾ 1 എടുക്കുന്നതിൽ കാര്യമില്ലല്ലോ. സേ എൻ ഇസ് 3, then 3 raised to 5, n raised to 5 243 ഓടാണ്. 3 raised to 4, n raised to 4 81 ഓടാണ്. 3 raised to 3 27 ഓടാണ്. all are odd. So the answer is D. A and B ശരിയാണ് കേട്ടോ. A and B ശരി. ആ സി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത് n raised to 4 is even ആണ്. സി തെറ്റാണ്. ഇപ്പോൾ എയും ബി ശരിയാണ്. അപ്പോൾ എ ശരിയാണ്, ബി ശരിയാണ്, എ ആൻഡ് ബി ശരിയാണ്. അപ്പോൾ അതിൽ നമ്മൾ മോസ്റ്റ് പ്രോബബിൾ ആൻസറാണ് എടുക്കേണ്ടത് കേട്ടോ. ആൻസർ ഡി. ഇനി നമ്മൾ പിന്നെ ഈ APGP ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എപ്പോഴും. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ നിങ്ങളത് ഓർത്തിരിക്കുന്നതിൽ സൗകര്യമായിരിക്കും. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ +2 മാത്തമാറ്റിക്സ് ബുക്ക് വായിക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്കൂൾ ബുക്കിനകത്തുമുണ്ട്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്.
അപ്പോൾ എ പി മീൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയും ജി പി, ജോമെട്രിക് പ്രോഗ്രഷൻ, ജോമെട്രിക് സീക്വൻസ്. അതിനകത്തുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഫോർമുല എഴുതിയിരിക്കുകയാണ്. അതൊന്ന് ബൈഹാർട്ട് ചെയ്തിരിക്കണം. ചില കണക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ആവശ്യമുണ്ട്. The nth term of an arithmetic sequence is nth term n എന്ന് പറയട്ടെ, an t അല്ല an. n is equal a plus n minus 1 d. A is the first term, n is the nth, stands for nth term, and d is the common difference. There is sum of n terms. Sum of n terms ഉണ്ട്, nth term അല്ല, n terms. ആ th ഒട്ടേക്ക്. Sum of n terms of an arithmetic sequence is given by s എന്ന് മതിയാകും, s എന്നൊന്നും വേണമെന്നില്ല. s equal to n by 2 into 2a plus n minus 1 into d. n by 2 bracket 2a plus n minus 1 into d, bracket closed. Or we can write as n by 2 into first term plus last term, where a is first term, d is common difference. എപ്പോഴും നമ്മൾ കോമൺ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു സീരീസ് സം പറഞ്ഞിരിക്കുകയാണ്. സം ഓഫ് ഫസ്റ്റ് എൻ കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അത് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ കണ്ടതാണ്. 1 + 2 + 3 + etc. n plus n, that is n into n plus 1 by 2. Sum of first n consecutive squares, square of first n natural numbers, 1 square plus 2 square plus 3 square plus etc. plus n square, that is n plus n into n plus 1 into 2n plus 1 by 6. This we have used in a problem. In one of the problems we used this equation. Other is sum of the first n consecutive cubic numbers, sum of the cubes of first n natural numbers, 1 cubed plus 2 cubed plus 3 cubed plus etc. plus n cubed, that is equal to the expression is n square into n plus 1 square by 4. That is expression. Now we see the relations in GP, geometric progression. Geometric sequence. In geometric progression, in geometric sequence, every term bears a constant ratio which is preceding term. ഒരു ടേമിന് ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ഉണ്ട്. ഒന്നാമത്തെ ടേമിനെ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് തുടർച്ചയായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ആർ എന്ന് പറയും, കോമൺ റേഷ്യോ എന്ന് പറയും. ദി nth term of a geometric series is a എന്ന് കൊടുത്താൽ മതി, a n, t എന്ന് വേണ്ട, a n is equal to a raised to n minus 1. A is the first term and r is the common ratio. In AP we say d common difference. In GP we say r common ratio. Then sum of the n terms, n terms, here it is written as n, you cancel th. Sum of the n terms of a geometric progression is equal to a into r raised to n minus 1 by r minus 1, where a is the first term and r is a common ratio and r is greater than 1. r greater than 1 ആണെങ്കിലാണ് ഈ ഇക്വേഷൻ. Sum is equal, s is equal to a into r raised to n minus 1 by r minus 1. And a better, more important relation for us is given below. Sum of the terms of an infinite geometric progression, where r less than 1, that is sum is equal to a by 1 minus r. And that equation we use in a problem, one or two problem. You see the last step, sum of the terms of an infinite geometric progression is equal to a by 1 minus r, r common ratio less than 1. And that is all with your 6th lecture on general aptitude. Thank you very much.